ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം ഫോളിയോ. നമ്മളിന്ന് ജെന്ന എയർ ഡ്രൈ ക്ലേയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. ഇവരുടെ കവറിന് മുകളിൽ ഡ്രൈയിങ് ടൈം 24 to 48 hours ആണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, ഓവറൊന്നും വേണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ MRP വന്നിട്ട് 599 ആണ്. എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 255 കിട്ടിയത്. പിന്നെ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട് ക്രാക്കൊന്നും വീഴില്ല, നോൺ ടോക്സിക് ആണ്, യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ക്ലേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പാക്കിംഗ് നല്ല അടിപൊളി പാക്കിംഗ് ആണ്. സിപ്ലോക്കാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറിലാണ് ക്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം സിപ്ലോക്കിലിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഭയങ്കര സോഫ്റ്റാണ്, നമുക്ക് ഈസി ആയിട്ട് മോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്കിതിനെ കൊണ്ടൊരു കുഞ്ഞ് ക്ലേ ക്രാഫ്റ്റ് ചെയ്യാം. ഇവർ പറയുന്നുണ്ട് ഇതിനെ നമുക്ക് പിഗ്മെൻറ്റഡ് ക്ലേ ആക്കാൻ വേണ്ടിയിട്ട് ഏത് പിഗ്മെൻറ്റും ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ആക്രിലിക് കളറാണ്. ആക്രിലിക് കളർ കുറച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ആദ്യം അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് തോന്നിയത്. പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ കറക്റ്റായിട്ട് വന്നു. ഇതിന് മുന്നേ ഞാൻ ഒരു ടെസ്റ്റ് ചെയ്തായിരുന്നു ഈ ക്ലേ കിട്ടിയ പാടെ തന്നെ. അപ്പം ഞാൻ ആൽക്കഹോൾ മാർക്കറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് ക്ലേ കിട്ടിയായിരുന്നു. ഇവരിപ്പോൾ പിഗ്മെൻറ്റഡ് ക്ലേസൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. വൈറ്റ് ക്ലേ വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ക്ലേ നമുക്ക് കളർ ക്ലേ ആക്കി മാറ്റാം. പിന്നെ ഭയങ്കര ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫോം ക്ലേ പോലെ തന്നെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഹാർഡ് ക്ലേയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഹാർഡ് ക്ലേ നമ്മൾ ഡ്രൈ ആയതിനു ശേഷം താഴെ ഇട്ടാലൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൻ്റെ ടെക്സ്ചർ ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ചൊരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫോം ക്ലേ ആണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇതത്ര ലൈറ്റ് വെയിറ്റ് അല്ല, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ് താനും. ഹാർഡ് ക്ലേൻ്റെ അത്ര വെയിറ്റും വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പാരിസൺ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ട് കാര്യം എന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കി ആണ്, ഈസി ടു യൂസുമാണ് ഇവർ ക്ലെയിം ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഈ ക്ലേ ക്രാഫ്റ്റുകളാണ് ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തുണ്ടാക്കിയത്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി നല്ല ഫ്ലെക്സിബിളാണ്. അതുപോലെ ക്രാക്കൊന്നും വന്നിട്ടില്ല, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളതും വന്നിട്ടുണ്ട്. ഇതെനിക്കൊരു 24 hours ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് റെക്കമെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യും. ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ക്ലേ ആണ്. ഇത് വെച്ച് കൂടുതൽ ക്ലേ ക്രാഫ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ ഷോർട്സ് നോക്കിയാൽ മതി. അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളെ ഐഡിയാസ് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്